ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഞാനും സച്ചിനും മെറിയും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. സൺഡേ അല്ലേ. അവളാണെങ്കിൽ കുറേ നാളായിട്ട് എവിടെയും പോകുന്നില്ല, എവിടെയും കൊണ്ടുപോകുന്നുമില്ല. സ്കൂളിൽ പോവും, സാറ്റർഡേ സൺഡേ വീട്ടിലുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങളിതാ കോട്ടയത്തു നിന്ന് കോന്നിയിലേക്ക് പോവുകയാണ്. അവിടെ കൊട്ടവഞ്ചിയുടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ കൊട്ടവഞ്ചിയിൽ കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു എലിഫൻറ്റിൻ്റെ ക്യാമ്പുണ്ട്, അവിടെ പോകണം. ഇത് നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് 1 മണി ആയപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. നമ്മൾ 3 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തി കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ മൺഡേ പോവരുത്. മൺഡേ അവിടെ ഹോളിഡേ ആണ് ഈ 2 സ്ഥലങ്ങളിലും. അപ്പം നമ്മൾ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, കുളനട വഴിയാണ് പോകുന്നത് കേട്ടോ. കാരണം ചെങ്ങന്നൂന്ന് എൻ്റെ മമ്മിയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ മെറിക്കുട്ടിക്ക് വിശന്നു. അങ്ങനെ ഞങ്ങളിതാ ചെങ്ങന്നൂർ എത്തിക്കഴിഞ്ഞപ്പോൾ KFCന്ന് ചെറിയൊരു ചിക്കൻ്റെ പോപ്കോൺ മേടിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് കൊടുത്തു, ഞങ്ങളത് കഴിച്ചു. അങ്ങനെ അപ്പോഴത്തേനും അവൾ ഉറങ്ങുമായിരുന്നു. ഇവിടെ കോട്ടയത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ ഉറക്കമായിരുന്നേ. പിന്നെ കറക്റ്റ് KFCയുടെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ അവൾ കണ്ണ് തുറന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കോന്നിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോന്നിയിലേക്ക് എത്തിയപ്പം എനിക്ക് തോന്നിയൊരു കാഴ്ച എന്താണെന്നറിയോ? കണ്ടോ, ഈ നെറ്റിട്ട് മൂടിയേക്കുന്ന മിക്ക വീടുകളിലും റംബൂട്ടാൻ നെറ്റിട്ട് മൂടി നിർത്തിയേക്കുന്നതുകൊണ്ട് ഇത്രയും റംബൂട്ടാനോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ ഇത്രയും റംബൂട്ടാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ വീടുകളിലും ഞാൻ കണ്ടിട്ടേയില്ല. അതും ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ വളരെ പ്രായം ചെന്ന മരങ്ങളാണ്. ഈ പുതിയ ബഡ് ചെയ്ത മരങ്ങൾ അങ്ങനെയൊന്നുമല്ല, എല്ലാം നെറ്റിട്ട് നിർത്തിയേക്കും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഇങ്ങോട്ടേക്ക് ഈ റംബൂട്ടാനൊക്കെ വരുന്ന ഇവിടെ നിന്നൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിത് അടവി എക്കോ ടൂറിസത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ കാടാണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ വണ്ടിയിൽ പോകുന്നത്. ഇതിനോട് അടുത്ത് കഴിയുമ്പോൾ അടവി എക്കോ ടൂറിസം, നമ്മൾ മാപ്പ് ഇട്ടങ്ങ് പോയാൽ മതി, അവിടെ എത്തി കേട്ടോ. ഞങ്ങളിതാ ഇപ്പോൾ ഈ കൊട്ടവഞ്ചിയുടെ അവിടെ പേയ്മെൻറ്റ് ചെയ്യുവാണ്. അവിടുത്തെ പേയ്മെൻറ്റ് അവിടെ ക്യാഷായിട്ട് എടുക്കത്തില്ല, നമ്മൾ GPay അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു കൊട്ടവഞ്ചിക്ക് 600 രൂപയാണ് റേറ്റ് വരുന്നത്. 4 അഡൽസിനും 1 കിഡിനും കയറാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചി കയറി. ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം കയറിയിട്ടുണ്ട്. പക്ഷേ മമ്മിയും കയറിയിട്ടില്ല, സച്ചിനും കയറിയിട്ടില്ല, മെറിയും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മമ്മിക്ക് ആദ്യമേ ഒരു പേടിയുണ്ടായിരുന്നു. സച്ചിനും കുഴപ്പമില്ല. സച്ചിനും പിന്നെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. മെറി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഈ കുഞ്ഞു പിള്ളേർക്ക് ഈ വെയിലൊന്നും അടിക്കാതെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലം. നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ പോയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഉച്ചയ്ക്കേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ സൺഡേ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വൈകുന്നേരം ഇങ്ങനെ തിരിച്ചും വരണം. കാരണം മൺഡേയിൽ മെറിക്ക് സ്കൂളിലും പോകണം. പിന്നെ ഈ ഒരു വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കിളികളും ചെറിയ ചെറിയ മൃഗങ്ങളെ, വൈൽഡ് ആനിമൽസ് അല്ല, ചെറിയ പട്ടി പൂച്ചയൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലൂടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ കൊട്ടവഞ്ചിയിൽ പോകുമ്പോൾ ഇതിങ്ങനെ തൊട്ടോണ്ടൊക്കെ പോവാം. അതും ഒരു രസമാണ്. ഇതൊക്കെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നേ ഞാൻ പറയും കേട്ടോ. പിന്നെ ഒത്തിരി സേഫാണിത്. ഇതിൻ്റെ താഴേക്കൊന്നും ഒത്തിരി അങ്ങനെ ആഴമൊന്നുമില്ല. പക്ഷെ ചില സൈഡ് ആഴമുണ്ട്, അത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊട്ടവഞ്ചി പോകുന്ന സൈഡൊന്നും അങ്ങനെ ആഴമുള്ള സൈഡല്ല. പിന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും സേഫാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ സൈഡിലൂടെ പോകുമ്പോൾ ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എങ്ങനെ ഈ വേരുകളൊക്കെ പോലെ മരങ്ങൾ നിൽക്കുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ഒക്കെ ആലോചിക്കും കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നുമില്ലായിരുന്നു, ചെറിയൊരു വെയിൽ അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഈ കൊട്ടവഞ്ചി അതിൻ്റെ ഒരു പോർഷനിലെത്തുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ കറക്കും കുലുക്കും അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ കഴിഞ്ഞു. അങ്ങോട്ട് 50 മിനിറ്റ്സ്, ഇങ്ങോട്ട് 15 മിനിറ്റ്സ്, ടോട്ടൽ 30 മിനിറ്റ്സ് ആണ് കേട്ടോ ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കൊട്ടവഞ്ചിയൊക്കെ ഇടിച്ചിടിച്ച് മാറ്റുവാണേ, കാരണം നമ്മളെ ഇറക്കണ്ടേ. അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കെ കണ്ടോ, കുഞ്ഞി കുരങ്ങനെയും കണ്ടോ. അതവിടെ പ്ലാവയിലും അവിടെയൊക്കെയുള്ള മരങ്ങളിലൊക്കെ കുരങ്ങന്മാർ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മെറി പിന്നെയും എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഈ കാട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം അതിൻ്റെ ഇടയിലൂടെ തന്നെയാണ് പോകുന്നത്. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളൊക്കെയാണ്. അപ്പോൾ മെറി ആകെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, അവളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ആനകളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇത് ഒരു നമ്മുടെ കോന്നിയിലെ എലിഫൻറ്റ് ക്യാമ്പാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഈ അടവി എക്കോ ടൂറിസത്തിൽ നിന്ന്
ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. കണ്ടോ ഇവിടെ നമുക്ക് 4 പേർക്കും കൂടെ 280 രൂപയാണ് ആയത്. ഒരാൾക്ക് 80 വെച്ച്, അഡൽറ്റിന് 3 പേർക്ക് 80ഉം കുഞ്ഞിപ്പിള്ളേരാണെന്നുണ്ടെങ്കിൽ 40ഉമാണ് ആവുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ഇങ്ങനെ ചെടികളും ആയുർവേദത്തിൻ്റെ ഓരോ ചെടികളും ഒക്കെയാണ് ഒരു സൈഡ് കംപ്ലീറ്റ്. അതിൻ്റെ ഈ ഒരു സൈഡിലാണ് കണ്ടോ ഈ ആനകളെ മെരുക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിപ്പോൾ ഒരു 6 ആനകളെ അറ്റ് എ ടൈം അവിടെ മെരുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതാ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. നമ്മൾ ആനകളുടെ അടുത്തേക്ക് എത്തി. ഈ ഒരു ആന കൃഷ്ണ എന്നാണ് തോന്നി ഇതിൻ്റെ പേര്. ഇതിന് ഇങ്ങനെ മതം പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മതപ്പാടിലാണ്, അതുകൊണ്ട് ആരും അടുത്തേക്ക് പോകരുതെന്ന്. അതിങ്ങനെ തലയാട്ടിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. ബാക്കി ഇവിടെ 3 ആനകൾ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. ഇവരെ ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് നടക്കാൻ കൊണ്ടുപോകുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടില്ലേ ദൂരെ കൂടെ ആനകൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് അടുത്തേക്ക് വന്നേ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്തേക്കൊന്നും വന്നതല്ല. അവർ വന്നു, വെള്ളമൊക്കെ കുടിക്കുന്നു. ഞാനപ്പോൾ ആലോചിക്കുന്നു നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നടക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇവർ ഇത്രയും കൂടി വലുതാണെന്നല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇതിലെ ഈ ആനയുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചെവി ഇങ്ങനെ ഫുൾ ടൈം ഇതിങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നേരെ ഇങ്ങനെ തുമ്പിക്കൈയും പൊക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ആനകളൊന്നും ബാക്കി 2 ആനകളും അങ്ങനെ തുമ്പിക്കൈ ഒന്നും പൊക്കുന്നില്ലായിരുന്നു. നമ്മളെ ചുമ്മാ ഒരു ഹായ് പറയുന്ന പോലെ എനിക്ക് ഫീലായി ആ ആന കേട്ടോ. അങ്ങനെ 3 ആനകളായിരുന്നു അവിടെ ഉള്ളത്. ഓപ്പോസിറ്റ് പിന്നെ ഒരാനയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് നാൾ മുന്നേ ഒരു കുഞ്ഞാനയുണ്ടായിരുന്നേ. പക്ഷെ അത് 3 വർഷം മുന്നേ മരിച്ചുപോയി. കണ്ടോ തുമ്പിക്കൈ പൊക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാപ്പാൻ കാലയിൽ ചങ്ങലയിടുകയാണ്. നല്ല എല്ലാം പറയുന്നില്ല, അങ്ങോട്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കും, എല്ലാം കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനകളെ കണ്ടു. മെറിയാണ് ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷം. ഇത്രയും അടുത്തൊന്നും ആനകളെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് തൊടണം അമ്മ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും പുറകിരിക്കുന്ന പിള്ളേർ മുഴുവനും അമ്മമാരോട് തൊടണം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ആകെ ചിരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടുന്ന്. പിന്നെ അവിടെ ഒരു ലേസർ ഷോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ തിയേറ്ററിൽ കയറി. ഇവിടെ എത്രയായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ കുഞ്ഞിപ്പിള്ളേർക്ക് പറ്റിയൊരു ലേസർ ഷോയാണ്. പക്ഷേ അതിൽ ഒരു ഷോയ്ക്കകത്ത് ഇങ്ങനെ കുറച്ച് അങ്ങനെയാണ് കാണിക്കുന്നത്. ആനിമൽസിനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഗോസ്റ്റൊക്കെ വരുന്നതുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ മെറിയുടെ കണ്ണ് പൊത്തിപ്പിടിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ സ്ഥലം. പിന്നെ ഇവർക്ക് കളിക്കാനായിട്ടൊരു പാർക്കുണ്ട് അവിടെ. പിന്നെ ഈ ഒരു മ്യൂസിയം വരുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം സച്ചിൻ കുറച്ച് ടയേർഡായി, ഞാനും ടയേർഡായി. നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വണ്ടിയിൽ വന്നു. അതിൻ്റെ വരുന്ന വഴി ചെങ്ങന്നൂരും മമ്മിയും വീട്ടിലിറക്കി. റംബൂട്ടാൻ കണ്ടോ, ഞാൻ അതാ കാണിക്കുന്നത്. അങ്ങനെ മമ്മിയുടെ അവിടെയും കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ പോരുന്നത്. പിന്നെ നൈറ്റ് ഡിന്നറും കൂടെ കഴിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള കാലിക്കറ്റ് ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻ്റാണിത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു ലൈം ടീ ആണ് മേടിച്ചത്. ആ ലൈം ടീന്ന് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മെറിക്ക് സൂപ്പാണ് മേടിച്ചത്, അവൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാലഡ് ക്യാരറ്റ് മാംഗോ സാലഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനെ വേറൊരു രീതി കട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ക്രീം ഓഫ് ചിക്കനാണ്, നല്ല സൂപ്പായിരുന്നു. പിന്നെ ഡ്രാഗൺ ചിക്കൻ അല്ല, ഇത് മാങ്ങ മീൻകറി, നൂൽ പൊറോട്ട, ഇതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. അപ്പം എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. നിങ്ങൾ ആ വഴിയൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മൾ ഇത്രയും ഫുഡും ഒരു ജ്യൂസ് ഇതെല്ലാം കൂടെ കഴിച്ചതിന് 1500 ആ ഒരു റേഞ്ചിലാണ് ആയത് കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. മെറി വണ്ടിയുടെ ബാക്കിൽ കിടന്ന് ഉറങ്ങി. ഞങ്ങളുടെ കോട്ടയത്തെത്തി. അങ്ങനെ പതുക്കെ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ എവിടെയെങ്കിലും പോകണം, എന്നാൽ ഒരു ഡ്രൈവും വേണം, എന്നാൽ വൈകുന്നേരം ഇങ്ങനെ തിരിച്ചും വരണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്പോട്ടാട്ടോ. പോയി ഹാപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.